നിന്ന് മലപ്പുറം വരെ പോകണം. Yes. ഷഹദ് റഹ്മാനുണ്ട്. ഷഹദ്, അവിടെ പലയിടങ്ങളിലായി സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു, ഉന്തും തള്ളും ഉണ്ടായിരുന്നു പോലീസുമായി പ്രവർത്തകർ, അങ്ങനെയുള്ള വാർത്തകൾ വന്നു. അപ്പോൾ എന്താണ് അതിന്റെ ഒരു ചുരുക്കം? ഏതൊക്കെയിടങ്ങളിലാണ് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായത്? പ്രശ്നം തീർന്നോ അല്ലേ? പ്രശ്നം എന്തായാലും നിലവിൽ പരിഹരിച്ചു. സത്യം പറഞ്ഞാൽ 3 മണിക്കാണ് ഇവിടുത്തെ കൊട്ടിക്കലാശം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ BJP പ്രവർത്തകരായിരുന്നു ഈ പരിപാടികളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. DJ ഒക്കെ ആയിരുന്നു. അതായത് ആദ്യം തന്നെ പോലീസ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയന്ത്രണങ്ങൾ ഏതൊക്കെ ഭാഗത്താണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്, ഓരോ പാർട്ടിക്കാർക്കും ഏതെല്ലാം ഭാഗങ്ങളിൽ വരെ കൊട്ടിക്കലാശം നടത്താം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചായിരുന്നു പോലീസ് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ച് ബാരിക്കേഡ് വെച്ച് ഓരോ ഇടങ്ങൾ തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരു 4 മണി 4:30 ആയപ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയ അവസ്ഥയായിരുന്നു. കാരണം എല്ലാവരും കൂടി ആ കുന്നുമ്മൽ ജംഗ്ഷനിൽ വന്നു ചേരുകയും ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട CPM-ഉം അല്ലെങ്കിൽ DYFI പ്രവർത്തകരും ഒപ്പം തന്നെ ലീഗ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് വഴി മാറുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലീസ് ലാത്തി വരെ വീശുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയ്ക്ക് ലീഗ് പ്രവർത്തകരും ഒപ്പം തന്നെ CPM പ്രവർത്തകരും തമ്മിൽ അല്ലെങ്കിൽ LDF പ്രവർത്തകരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒരു ഭാഗത്ത് കൊട്ടിക്കലാശവും മറുഭാഗത്ത് തല്ലുമാലയും എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അത്രയധികം വളരെ അടിപൊളിയായിട്ടായിരുന്നു കൊട്ടിക്കലാശം ഉണ്ടായിരുന്നത്. കാരണം ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൊട്ടിക്കലാശമായിരുന്നു മലപ്പുറത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതേ സമയത്ത് മറുഭാഗത്ത്, അതായത് വലത്തേ ഭാഗത്ത് കൊട്ടിക്കലാശം അങ്ങനെ കൊട്ടിക്കയറുമ്പോൾ ഇടത്തേ ഭാഗത്ത് അടിയും ഒരേപോലെ നടക്കുന്നുണ്ടായിരുന്നു. തമിഴ്നാട് പോലീസ് ആയിരുന്നു ഈ മലപ്പുറം ജംഗ്ഷനിലുള്ള മനോരമ ജംഗ്ഷന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കൊടിയെല്ലാം താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. തമിഴ്നാട് പോലീസ് അതിന് മുകളിൽ കയറുകയും അതിന് മുകളിലുണ്ടായിരുന്ന പ്രവർത്തകരെ പിടിച്ചിറക്കുകയും ചെയ്തു. പല ഘട്ടങ്ങളിൽ പ്രവർത്തകർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ താഴെ ഇറക്കുന്ന ദൃശ്യങ്ങൾ വരെ നമുക്ക് തത്സമയം കൊടുക്കാനായി. എന്തായാലും നിലവിൽ എല്ലാം ശാന്തമായിരുന്നു. ഏറ്റവും ഒടുവിൽ പരസ്പരം എല്ലാവരും കൈകൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന മാലിന്യങ്ങളൊക്കെ കോരി വൃത്തിയാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നന്നായി, മാതൃകാപരമാണ്. പ്രശ്നങ്ങളൊക്കെ തീർന്നതാണ് ഷഹദ് ഇപ്പോൾ അവിടെ നൽകിയ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. നമുക്ക്